ഹലോ, നമസ്കാരം. ജിൻസാണ്. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. സ്കിൽ ഗ്യാപ്പ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ സാധാരണ സംസാരിക്കുന്നത് ടീനേജേഴ്സിനോട്, പേരൻസിനോട്, ടീനേജേഴ്സിൻ്റെ പേരൻസിനോട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടാണ്, എഡ്യൂക്കേറ്റേഴ്സ് ഇൻ ജനറൽ. അതാണ് എൻ്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിനെയും ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ടീനേജ് സെൻറ്റേഡ് ആയിട്ടാണ് ഇതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് ജോലിക്ക് വേണ്ടി ചെല്ലുന്ന ഒരു ഒരു വ്യക്തിയിൽ കാണുന്ന വൈദഗ്ധ്യത്തിൻ്റെ അഭാവങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക്, ഏത് ജോലിക്ക് ചെല്ലുന്നോ ആ ജോലി ചെയ്യാനായിട്ടുള്ള ആ, കഴിവിൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ കുറവാണ് സ്കിൽ ഗ്യാപ്പ് എന്ന രീതിയിൽ നമ്മൾ സാധാരണ അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ ഒരു ടീനേജ് സെൻറ്റേഡ് ആയിട്ട്, അല്ലെ ടീനേജേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്, അല്ല അവരുടെ പേരൻസിന്, അവർക്ക് തന്നെ എങ്ങനെ ഈ ഒരു ഇഷ്യൂ, അതായത് സ്കിൽ ഗ്യാപ്പ് എന്നുള്ള ഒരു ഇഷ്യൂവിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ടേം നിങ്ങൾക്ക് ഫെമിലിയർ അല്ല എങ്കിൽ എന്താണ് സ്കിൽ ഗ്യാപ്പ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. വാട്ട് ഈസ് സ്കിൽ ഗ്യാപ്പ്? ഇപ്പോൾ ഒരുപാട് ടേംസ് ഇങ്ങനെ ആൾക്കാർ നമ്മൾ പറയുന്നുണ്ട്. പുതിയ പുതിയ ടേംസ് വരുന്നു. ഇപ്പോൾ ലൈക്ക് സം ഓഫ് ദം മേ ബി വെരി ന്യൂ ടു അസ്. ചില ടേംസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതെന്താ നമ്മൾ മനസ്സിലാവില്ല, വിട്ട് കളയും. പക്ഷെ സ്കിൽ ഗ്യാപ്പ് എന്നുള്ള ഒരു ടേം നമ്മൾ അങ്ങനെ വിട്ട് കളയേണ്ട ഒന്നല്ല. കാരണം ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. എന്താണ് സ്കിൽ ഗ്യാപ്പ്? പഠിച്ചിറങ്ങി ജോലിക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട വൈദഗ്ധ്യവും ആ വ്യക്തിക്ക് ഉള്ള വൈദഗ്ധ്യവും തമ്മിലുള്ള ഗ്യാപ്പാണ് സ്കിൽ ഗ്യാപ്പ്. അപ്പോൾ ഒരു എംപ്ലോയർ അതിനെ അത്തരത്തിലാണ് കാണുന്നത്. നമുക്കതിനെ ഏത് ഏജിലും കാണാം. ഒരു ഏജിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതായ സ്കിൽസ് ഉണ്ട്. എന്നാൽ ആ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള സ്കിൽസ്, ഉണ്ടായിരിക്കേണ്ട സ്കിൽസുമായിട്ട് വലിയ ഗ്യാപ്പ് ഉണ്ടാവാം. പലപ്പോഴും അതിനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളൊരു ടീനേജേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവരെ സെൻറ്റർ ചെയ്ത് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഇഷ്യൂവിനെ കാണുന്നത്, അവർക്ക് എങ്ങനെ ഈ ഒരു സ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ അവർക്ക് ഒരു എംപ്ലോയറിൻ്റെ അടുത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? ഇപ്പോൾ ഒരു 13 വയസ്സുള്ള 14 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 10 വർഷം കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് എത്തുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങുന്നത് ഒരു 8-10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു ടീനേജറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറോ പേരൻറ്റോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീനേജർ ആണ് നിങ്ങളെങ്കിൽ, ദിസ് ഈസ് ദ ടൈം ടു വർക്ക്. ഇപ്പോഴാണ് ഈ ഒരു ഇഷ്യൂവിനെ മനസ്സിലാക്കുകയും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് സ്കിൽ ഗ്യാപ്പ് എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ടീനേജേഴ്സിൽ കാണുന്ന സ്കിൽ ഗ്യാപ്സ്, എന്തൊക്കെ വൈദഗ്ധ്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ മിസ്സിങ് ആയിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നത്? ആ, അങ്ങനെ ഒരു 8 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ടീനേജേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട, ഡെവലപ്പ് ചെയ്യേണ്ട 8 സ്കിൽസ്. ഇഫ് യു ആർ എ ടീനേജർ, ഇഫ് യു ആർ എ ടീച്ചർ ഓർ എ പേരന്റ് ഓഫ് എ ടീനേജർ, ഈ 8 കാര്യങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് മനസ്സിലാക്കുകയും, ലൈക്ക് പ്ലീസ് റിമെമ്പർ, നിങ്ങളിപ്പോൾ ഒരു 18-19 ഇയേഴ്സ് ഉള്ള ആളാണെങ്കിൽ കൂടി യു ആർ നോട്ട് ലേറ്റ്. നമ്മൾ ആരും ലേറ്റ് അല്ല. ലൈക്ക് ഐ സ്റ്റിൽ വർക്ക് ഓൺ ലൈക്ക് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓൾ സോർട്സ് ഓഫ് സ്കിൽസ് ഐ വർക്ക് ഓൺ ലൈക്ക് വെൻ എവർ ഐ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ ഒരിക്കലും ലേറ്റ് അല്ല. ബട്ട് സ്റ്റാർട്ട് ടുഡേ. വി സ്റ്റാർട്ട് വിത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അതാണ് നമ്മൾ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്ന സ്കിൽ ഗ്യാപ്പായിട്ട് നമ്മൾ കാണുന്നത്. നോക്കൂ, നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ഇപ്പോൾ NEP-യുടെ ഒക്കെ ഒരു ബേസിസിൽ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടി, സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ഒരു ടീനേജിലുള്ള ഒരു വിദ്യാർത്ഥിയിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്
ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, എന്നിട്ടത് എക്സാമിന് പോയി എഴുതുക എന്നുള്ളതാണ്. അതൊരു സ്കില്ലാണ്. അത് നമുക്ക് അംഗീകരിക്കാം. അത് നല്ല മെമ്മറി ഒരു സ്കില്ല് തന്നെയാണ്. പക്ഷേ ആ മെമ്മറി കൊണ്ട്, മെമ്മറി മാത്രം കൊണ്ട് ഒരു ജോലി സ്ഥലത്ത്, നല്ല മെമ്മറി ഉള്ളത് കൊണ്ട് മാത്രം ഒരു ജോലി സ്ഥലത്ത് ശോഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് മെമ്മറിക്ക് മെമ്മറിയോട് കൂടെ നല്ല ഓർമ്മശക്തിയോട് കൂടെ മറ്റെന്തും കൂടിയാണ് വേണ്ടത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ഗോ ടുഗദർ. അതുകൊണ്ടാണ് ഞാനത് ഒന്നിച്ചിട്ടത്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. മെനി സ്റ്റുഡൻസ് ആർ വെരി ഗുഡ് അറ്റ് മെമ്മറൈസിങ്, ബട്ട് ദേ ആർ നോട്ട് ഗുഡ് അറ്റ് അനലൈസിങ്, അറ്റ് ക്വസ്റ്റ്യനിങ് ഓർ അറ്റ് അപ്ലൈയിങ് നോളജ്. അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ലിമിറ്റഡ് എക്സ്പോഷർ ടു ഓപ്പൺ എൻഡഡ് ടാസ്ക് ഒരു റീസൺ ആണ്. നമ്മൾ പഠിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ, അല്ല നമ്മുടെ വീട്ടിൽ, സൊസൈറ്റിയിലൊക്കെ നമുക്ക് കിട്ടുന്ന, അതായത് ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനുമായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കുറവാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര കണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഓരോ കോൺസെപ്റ്റിനോടും, നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് പ്രൂവൺ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, സ്റ്റിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ദിസ് വേ? ഇതിന് ഇങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? നോക്കൂ, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ കാര്യങ്ങൾ ഓരോരുത്തർ വെറുതെ AI ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചുമ്മാ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ, ഒരു റീസൺ. അത് നമ്മളങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ബിലീവ് ചെയ്യുകയും ചെയ്യാനായിട്ട് ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ആ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു ഫാക്കൽറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് ഇന്ന ഒരാൾ പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ശരിയായിരിക്കും, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാരണം നമ്മൾ ആ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒരു പേരൻ്റ് ആണെന്നിരിക്കട്ടെ, ഒരു ടീനേജിലുള്ള കുട്ടിയുടെ, put him in real life situations where he can solve a problem. നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് ഈ സ്കൂളിൽ പോവുക, ബൈഹാർട്ട് പഠിക്കുക, തിരിച്ചു വരിക എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് അതിൽ മാത്രം വളർത്താതെ, അവർ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നാൽ അവർ ഫേസ് ചെയ്യട്ടെ. അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ അവർ സോൾവ് ചെയ്യട്ടെ. ലൈക്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സ്കൂളുകളൊക്കെ ഒരുപാട് ഡിബേറ്റ്സ് നടത്തും. കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. വീട്ടിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയും നീ കേൾക്കണം എന്നുള്ളതിനപ്പുറം ഒരു ഹെൽത്തി ഡിബേറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്കൊരു അവസരം കിട്ടുവാണ്, ഓക്കെ ഇതിനെ ഈ പെർസ്പെക്റ്റീവിൽ കാണാം, ഈ പെർസ്പെക്റ്റീവിലും കൂടി കാണാം. ലെറ്റ് ദം ആസ്ക് വൈ. കുട്ടികളിപ്പോൾ നമുക്കറിയാം, നാട്ടിലെ ഒരു ഇതിൽ അധികവും കുട്ടികൾ അവർ ഒരു ടീച്ചർ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൽഡർ പറഞ്ഞാൽ, ഒരു പേരൻ്റ് പറഞ്ഞാൽ, ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം? ബിക്കോസ് ഐ ടോൾഡ് യു. ഞാൻ പറയുന്നു നീ ചെയ്യണം. അതിനപ്പുറം വൈ ഷുഡ് ഐ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തീരെ എൻകറേജ് ചെയ്യുന്നില്ല. പേരൻസ് പറയുന്ന എല്ലാത്തിനെയും കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ചിൽഡ്രൻ യൂസ് ഇൻ ദർ ടീനേജ് അറ്റ് ലീസ്റ്റ് ദ ക്വസ്റ്റ്യൻ വൈ മോർ ഓഫൺ, റൈറ്റ്? ഒരു എന്താ പറയുക, അവർക്കൊരു റീസണിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും ഈ ഒത്തിരി കേസ് സ്റ്റഡീസ്, പസിൽസ്, ഡിസൈൻ ചലഞ്ചസ്, റിയൽ ലൈഫ് പ്രോബ്ലംസ്, ടാസ്ക്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ടീച്ചേഴ്സും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ആസ് എ പേരൻ്റ്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഒരു കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കുട്ടിയോട് ചോദിക്കാൻ പറ്റണം, ഓക്കെ ശരി നീ ഇങ്ങനെയാണ് പറയുന്നത്, ജസ്റ്റിഫൈ ഇറ്റ്. ഇതിനെ ജസ്റ്റിഫൈ ചെയ്ത് പറ. ഇത് നീ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്, ഇതാണ് ശരിയെന്ന് പ്രൂവ് ചെയ്യുമെന്ന് പറയണം. അപ്പം കുട്ടിക്ക് അതൊരു ലോജിക്കൽ തിങ്കിങ്ങിനുള്ള
ഒരവസരമായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒന്നാമത് പറഞ്ഞ ഒരു സ്കില്ല് എന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ്. വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് സ്കിൽ. രണ്ടാമത്തെ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കിൽ ഗ്യാപ്പ് കണ്ടുവരുന്നത് എവിടെയാണ്? ഇപ്പോൾ ഒരു പിന്നീട് വളർന്നതിന് ശേഷം ഒരു ജോലി കിട്ടി, പിന്നെ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അല്ലെങ്കിൽ എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ സ്പീക്കിംഗ് മാത്രമല്ല. ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത്, ലിസ്ണിങ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പലപ്പോഴും അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിലൊക്കെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട, ഇനി അതിനു മുൻപ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ കാണേണ്ട ഒരു ഈ മേഖലയാണ് ലിസ്ണിങ്. ഒരു ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യാൻ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ടീൻസ് വളരെ വളരെ ഫ്ലുവൻ്റ് ആയിരിക്കും. ബട്ട് ആർ ദി ഗുഡ് അറ്റ് പ്രസൻറ്റിങ് ഇൻഫർമേഷൻ, കൺവിൻസിങ് അതേഴ്സ്, ലിസണിങ് ടു അതേഴ്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ഇൻ ഓർഡർ ടു ആർഗ്യൂ. പലപ്പോഴും നമ്മൾ ലിസൺ ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ലിസണിങ് ഒരു ഇഷ്യൂ ഉള്ള ലിസണിങ് ആണ്. നമുക്ക് ലിസൺ ചെയ്യേണ്ടത് മറ്റേയാൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്കില്ലായിട്ട് കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരാൾ പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്ത് മനസ്സിലാക്കുന്നത്, അതാ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ പേഴ്സൺ. അപ്പോൾ യു ഹാവ് ടു ബി പേയിങ് അറ്റൻഷൻ. ആൾ പറയുന്ന വാക്കുകൾ, ആളുടെ ബോഡി ലാംഗ്വേജ്, ആളുടെ ഐ കോണ്ടാക്ട് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കുട്ടി മനസ്സിലാക്കി വേണം വരാനായിട്ട്. എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു എക്സ്പോഷർ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ കമ്മ്യൂണിക്കേഷനിലൂടെയും കടന്നു വരാനായിട്ടുള്ള. ഇപ്പം ഒരു ഏർലി ടീനേജിലൊക്കെ ആണെങ്കിൽ സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവും. സ്റ്റോറി ടെല്ലിങ്, സ്പീച്ച്, എലക്യൂഷൻ, ഡിബേറ്റ്സ്, അങ്ങനെ. ആൻഡ് ഐ വുഡ് സേ ഈ പുസ്തകത്തിലുള്ള പഠിച്ച് ഇപ്പം നല്ല മാർക്ക് കിട്ടുന്ന കുട്ടിയായിരിക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കുറവാണെങ്കിൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടിയിരിക്കുന്നു. പുഷ് ചെയ്ത് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ, ചെറിയ ചെറിയ അവസരങ്ങൾ കൊടുത്ത് കുട്ടികളെ എൻകറേജ് ചെയ്ത് നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ പോയിന്റും കൂടി പറഞ്ഞോട്ടെ. ഇപ്പം നമുക്ക് നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പിന്നീട് ഓരോ ലീഡർഷിപ്പ് റോളുകളിലും അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയേഴ്സിൻ്റെ റോളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ അതിലൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സും പേരൻസും ഇപ്പോൾ ഉള്ള ടീനേജേഴ്സിനെ നോക്കിയിട്ട് അവന് 15 വയസ്സല്ലേ ഉള്ളൂ, അല്ലെ 16 വയസ്സല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണാതെ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഏജ് ഇതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് അവനൊരു ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം അവസരങ്ങൾ കൊടുക്കേണ്ടത്. ഏത് നാട്ടിലാണെങ്കിലും ക്ലബ്ബുകൾ ഉണ്ടാവും. ഈ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലബ്ബുകൾ ഉണ്ടാവും, സ്കൂളുകളിൽ ക്ലബ്ബുകൾ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി അവസരങ്ങൾ ചുറ്റിനും ഉണ്ടാവും. നമ്മളത് കണ്ടെത്തുക, അവരെ അതിലേക്ക് വഴി നടത്തുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത് ഒരു മിസ്സിംഗ് സ്കില്ലായിട്ട് കാണുന്നതാണ് ഡിജിറ്റൽ സ്കിൽസ് അല്ലെങ്കിൽ ടെക് സ്കിൽസ് എന്ന് നമുക്ക് പറയാം. ഒരു നല്ല ശതമാനം ടീനേജേഴ്സും യങ് അഡൽട്ട്സും എന്നെക്കാൾ അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ ഒരുപക്ഷെ ഒത്തിരി മോഡിലായിരിക്കും ഡിജിറ്റൽ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ യൂസേഴ്സ് ഓഫ് ടെക്നോളജി. അങ്ങനെയാണ് അവരിപ്പോൾ മാറി വരുന്നത്. നിങ്ങൾ ആ ട്രെൻഡ് മനസ്സിലാക്കണം, നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കണം.
ആർ ദി ക്രിയേറ്റേഴ്സ് ഓഫ് ടെക്നോളജി ഓർ യൂസേഴ്സ് ഓഫ് ടെക്നോളജി? നമുക്ക് വേണ്ടത് ഇൻ ഫ്യൂച്ചർ ഒരുപക്ഷെ ക്രിയേറ്റേഴ്സ് ഓഫ് ടെക്നോളജീനെ ആയിരിക്കും. അപ്പം അവർ ഈ ടെക്നോളജി ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ മറ്റാൾക്കാർ ഉണ്ടാക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ മാത്രമായി മാറരുത്, അവർ ക്രിയേറ്റേഴ്സായി മാറണം. അത് AI ആണെങ്കിലും കോഡിംഗ് ആണെങ്കിലും they should not just be consumers of technology, right? അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് ക്യാൻ ബി ഡു? നമുക്ക് എന്ത് ചെയ്യാം ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന്, ഇപ്പം ഈ ബേസിക് കോഡിങ്, പിന്നെ AI ടൂൾസ്, റെസ്പോൺസിബിൾ ഇൻ്റർനെറ്റ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് ഉപയോഗിക്കാൻ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റെസ്പോൺസിബിൾ ആയിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ടെക് ബേസ്ഡ് അസൈൻമെൻറ്റ്സ് സ്കൂളിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ പാഡിലോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ്സും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ മാത്രം കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നത്. ഞാൻ പറയുന്നത് ടീനേജിലുള്ള കുട്ടികളെ സംബന്ധിച്ചാണ്. ഒരു 12 വയസ്സോ അതിൽ താഴോട്ടോ പരമാവധി ടെക്നോളജി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ടീനേജിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ടെക്നോളജി കുട്ടികളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അസൈൻമെൻറ്റ്സ് ഒക്കെ ടെക്നോളജി ബേസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവണം. ഇപ്പം കമ്പ്യൂട്ടർ സിലബസിലുള്ളത് മാത്രമല്ല, ബിയോണ്ട് ദാറ്റ് എന്നുള്ളതാണ്. ഈ ഖാൻ അക്കാഡമി, code.org, പിന്നെ കോഴ്സീറ, ഒത്തിരി വെബ്സൈറ്റ്സ് ഉണ്ട്. കുട്ടികൾക്ക് ടൈം ഉണ്ടെങ്കിൽ പോയി അവരുടെ സ്കിൽസ് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അത്തരം വെബ്സൈറ്റുകൾ കുട്ടികൾക്ക് കണ്ടെത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക ടു ഡു കോഴ്സസ്. സർട്ടിഫൈഡ് കോഴ്സസ് തന്നെ കുട്ടികൾ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. ദേ ക്യാൻ സ്പെൻഡ് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഡിജിറ്റൽ സ്കിൽസ് അവർക്ക് ഇംബൈബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്ന, നാലാമതായിട്ട് പറയുന്ന ഒരു സ്കിൽ, അല്ലെങ്കിൽ കുട്ടികളിൽ മിസ്സിംഗ് ആയിട്ട് കാണുന്ന ഒരു സ്കില്ലാണ് സെൽഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി കുട്ടികൾ സ്ട്രഗിൾ വിത്ത് പ്ലാനിങ്, പ്രയോറിറ്റൈസിങ്, അറ്റൻഷൻ, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ഏജിൽ നമുക്കവരെ ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. എങ്ങനെ? ടു ഹെൽപ്പ് ദെംസെൽവ്സ് മാനേജ് their സറൗണ്ടിങ്സ്, their ലൈഫ് ബെറ്റർ. അവർ തന്നെ അവരുടെ ലൈഫിന് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരുടെ ലൈഫ് പ്ലാൻ ചെയ്ത്, പിന്നെ അവർക്ക് പഠിക്കാനുള്ള സമയം പഠിക്കാനും, കളിക്കാനുള്ള സമയം കളിക്കാനും, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയം അങ്ങനെ അവർ തന്നെ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പോൾ കുട്ടികൾ, എനിക്ക് തോന്നുന്നു, പ്ലാനേഴ്സ്, കലണ്ടറൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അവർ ഡയറിയിൽ എഴുതി വെക്കുകയോ അങ്ങനെ ആ രീതിയിൽ തന്നെ ചെയ്യുന്നത് ഇറ്റ്സ് എക്സലൻ്റ് എന്നാണ് ഞാൻ പറയുക. ദാറ്റ്സ് എ റിയലി റിയലി ഗുഡ് തിങ് ടു ഡു. പ്ലാൻ വൺസ് ഡേ, പ്ലാനിങ് വൺസ് ഡേ, ദാറ്റ്സ് എ എക്സലൻ്റ് തിങ് ഫോർ എ ചൈൽഡ് ടു ഡു. അതുപോലെ ലെറ്റ് ദം, പലപ്പോഴും നമ്മൾ അഡൽട്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. കുട്ടി അവൻ്റെ രാവിലെ എണീക്കുമ്പോൾ ബെഡ് മേക്ക് ചെയ്യുന്നില്ല, ഓക്കെ നമ്മൾ പോയി ചെയ്തേക്കാം, അല്ലേ? അങ്ങനെ ഒരു ഇത്. അല്ലെങ്കിൽ ചോറസ് വീട്ടിൽ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്തേക്കാം. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ലൈക്ക് നമ്മളൊരു കാര്യം പറഞ്ഞാൽ, അതായത് ഓക്കെ ഇത് നിൻ്റെ ജോലിയാണെന്ന്, വീട്ടിൽ നീ ചെയ്യേണ്ട ജോലിയാണെന്ന് പറഞ്ഞാൽ അത് കുട്ടി ചെയ്തിരിക്കണം. അങ്ങനെ ആ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇച്ചിരി എന്താ പറയുന്ന, ഒരു മുഖം കറുത്താലും അത് ആദ്യം പോലെ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ചെയ്തു വരുന്നവർ ചെയ്തു പൊയ്ക്കോളും. അല്ലെങ്കിൽ നമ്മളത് ഓക്കെ ഫൈൻ ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ്, നീ ഇത് ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കാര്യത്തിൽ. ദാറ്റ് വിൽ ഹെൽപ്പ് ദം. അത് അവരെ, ഇറ്റ് വിൽ ഹെൽപ്പ് ദം മാനേജ് ദംസെൽവ്സ്. അവരുടെ ടൈം മാനേജ് ചെയ്യാനൊക്കെ അത് ഫ്യൂച്ചറിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ള 5ാമത്തെ സ്കില്ലാണ്, ഞാൻ സ്കിൽ ഗ്യാപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. 5ാമത്തേത് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇമോഷണൽ ഇൻ്റലിജൻസ്
ലൈക്ക് കുട്ടികൾ they give in to frustrations, failure, difficulty in handling their life, their situations where they get into conflicts. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഐക്യ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് ഒരു തോന്നലിൻ്റെ പുറത്ത് കുട്ടികൾ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യുക, നമ്മളോട് ഇങ്ങോട്ട് വർത്താനം പറയുക. അപ്പോൾ അവരെ ഒന്ന് പോസ് ചെയ്തിട്ട് ദേ ഹാവ് ടു ലേൺ ടു പോസ് ആൻഡ് തിങ്ക്, ഒന്ന് നിന്ന് ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കുട്ടികൾക്ക് കിട്ടണം. ഇപ്പോൾ ഒരു ദേഷ്യം വരുന്ന പാടെ ആരെന്ന് നോക്കാതെ തെറി വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വി ഹാവ് ടു ടീച്ച് ദെം ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. ഇപ്പോൾ ഐ ഫീൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറയാൻ പറ്റണം കുട്ടികൾക്ക്. ഐ ഫീൽ എന്താണ് വെരി സാഡ്. അവർ സാഡ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ പറയാൻ പറ്റണം. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീലിങ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും കുട്ടികൾക്ക് പറ്റില്ല. ആംഗ്രി ആണോ സാഡ് ആണോ, ലൈക്ക് ദേ ഫീൽ സോ റെസ്റ്റ്ലെസ്. അതെന്തുകൊണ്ടാണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയൊക്കെ കുട്ടികൾ ടീനേജേഴ്സ് കടന്നു പോകാറുണ്ട്. ഇതും പിന്നീട് വലിയ പ്രോബ്ലംസിന് സാധ്യതയുള്ള മേഖലകളാണ്. അതുകൊണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് കുട്ടികളിൽ നമ്മൾ വളർത്താനായിട്ട് പേരൻസും ടീച്ചേഴ്സും ഒരു നമ്മൾ അതിനായിട്ട് പരമാവധി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. റിഫ്ലക്റ്റീവ് കൺവെർസേഷൻസ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും കുട്ടികളുമായിട്ട്. റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ്, ലൈക്ക് ഓക്കെ ഐ ഡിഡ് ദിസ്, വൈ ഡിഡ് ഐ ഡു ദിസ്, ഓർ ഹീ ഡിഡ് ദാറ്റ്, വൈ ഡിഡ് ഹീ ഡു ദാറ്റ്. അവൻ അത് ചെയ്തു. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറയാൻ പാടില്ലാത്ത എന്നോട് പറഞ്ഞു, ഒരു ടീച്ചർ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് മറ്റാന്ന് തോന്നുന്നു ഒരു കുട്ടി ഒരു പ്രിൻസിപ്പലിനെ പിന്നെ കൈ അടിക്കാനൊക്കെ പോയ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരല്പം ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി അത് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആ കുട്ടിക്ക് കിട്ടാണ്ട് പോയി. എല്ലാ കുട്ടികളും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള രീതിയിലല്ല പറയുന്നത്, ബട്ട് വി ഷുഡ് ബി ഏബിൾ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് ഒരു ഇപ്പം ടീച്ചേഴ്സ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വി ഹാവ് ടു മോഡൽ ബിഹേവിയർ. നമുക്ക് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുക, ലൈക്ക് എണീപ്പിച്ച് നിർത്തിയിട്ട്, ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എണീപ്പിച്ച് നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. നമ്മൾ ചെയ്യാറില്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇവർ ഇൻവൈറ്റ് ചെയ്യും നമ്മളിൽ നിന്നും? നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമാണ്. ചിലപ്പോൾ ക്ലാസ്സിൽ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, ബട്ട് നമ്മളതെങ്ങനെയാണ് ഈ പിന്നെ കുട്ടികളിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു ഡിസഗ്രിമെൻ്റ് ഉള്ളപ്പോൾ യു ഡു ഇറ്റ്, ഐ എം ടെല്ലിങ് യു ടു ഡു ഇറ്റ് എന്നുള്ള ആ ഒരു സ്റ്റാൻഡ് എടുക്കാതെ, ലൈക്ക് നമുക്കൊരു ഹെൽത്തി റെസ്പോൺസ് മോഡൽ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അത് പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്കെല്ലാം ഉണ്ട്. ഒരു ഹെൽത്തി റെസ്പോൺസ് ഓരോ കാര്യങ്ങളിലും മോഡൽ ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി. ഇനി ആറാമത്തെ സ്കിൽ ഗ്യാപ്പ്, അത് ഞാനൊക്കെ വളരെ ഇതായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു അഭാവം ടീനേജേഴ്സിൽ മസ്റ്റായിട്ടും കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു സ്കില്ലാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഞാനൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് കിട്ടിയിരുന്ന സാലറിയുടെ 5% സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ. അതിപ്പോൾ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 2000 രൂപ ഒരു മാസ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ആ 2000 രൂപയുടെ ഒരു 5% എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യാതിരുന്നത് ഈ ഒരു കോൺസെപ്റ്റ് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണം, അതിൻ്റെ ആവശ്യം എന്താണ്,
എന്നുള്ള ആ ഒരു തോട്ട് ഇല്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ ബഡ്ജറ്റിങ് എന്താണ്, സേവിങ്സ് എന്താണ്, ലോൺസ് എന്താണ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്താണ്, എങ്ങനെ സേഫായിട്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെല്ലാം ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഹൗ ഡസ് മണി വർക്ക് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരുടെ കയ്യിലേക്ക് കുറേ പൈസ ആവശ്യമുള്ളപ്പോൾ എല്ലാം എടുത്ത് കൊടുക്കുകയല്ല വേണ്ടത്. വി ഹാവ് ടു ഗിവ് ദം മണി ആൻഡ് മേക്ക് ദം റെസ്പോൺസിബിൾ യൂസേഴ്സ് ഓഫ് മണി ആൻഡ് മോർ ക്രിയേറ്റേഴ്സ് ഓഫ് മണി ഇവൻച്വലി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി CBSEയുടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് 6ാം ക്ലാസ് മുതലുള്ള കോഴ്സ് തന്നെയുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള കരിക്കുലം തന്നെയുണ്ട്. അത് പിന്നെ എനിക്ക് തോന്നുന്നു കമ്പൽസറി ആയിട്ടും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഇനി 7ാമത്തെ മിസ്സിംഗ് സ്കിൽ ഇൻ ടീനേജേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്. രണ്ടും കൂടി ഒന്നിച്ചിടുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഓരോ സ്കില്ലിനെയും നമുക്ക് ഓരോ ഡിസ്കഷൻ ചെയ്യാനുള്ള അത്രയും ഡെപ്ത് ഉള്ള ടോപ്പിക്സ് ആണ്. ബട്ട് ടു ഗിവ് ആൻ ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്. സി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല കുട്ടികൾക്കും ഇപ്പോൾ ഇത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹെഡ് ബോയ്, ഒരു ഹെഡ് ഗേൾ, അല്ലെ സ്കൂൾ ലീഡർ, അങ്ങനെ കുറച്ച് പേര് ലീഡർഷിപ്പ് സ്കിൽസ് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഒത്തിരി ലീഡേഴ്സ് അവിടെ അവസരം കിട്ടാതെ കിടക്കുന്നുണ്ടാവും. സ്കൂൾ കാലഘട്ടം പ്രത്യേകിച്ചും ഒരു 9th to 12th, കോളേജിൻ്റെ ആദ്യമൊക്കെ വരുമ്പോൾ ഈ നമ്മൾ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാലഘട്ടമാണ്. ചിലർക്ക് നമ്മൾ ജോലി സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ജോലി സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി, ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ടാണ്. ഹൗ നൈസ് ഇറ്റ് വുഡ് ബി, എത്ര നല്ലതായിരിക്കും അവർ ആ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയിട്ടുള്ളപ്പം അവർക്ക് ഈ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഞാൻ പേരൻസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയുന്നത്, പുട്ട് ടീൻസ് ഇൻ ചാർജ്. ടീനേജേഴ്സിനോട് പറയുന്നത്, ടേക്ക് ചാർജ്, ചെയ്യ്. അവസരങ്ങൾ വരുമ്പോൾ ഏറ്റെടുത്ത് ചുമ്മാ ചെയ്യ്. ഇനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അനിയൻ്റെയോ അനിയത്തിൻ്റെയോ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ അതങ്ങ് പ്ലാൻ ചെയ്തിട്ട് ഒരു ഇവൻറ്റ് മാനേജറായിട്ട് നിന്നിട്ട് അതങ്ങ് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടേക്ക് എവറി ഓപ്പർച്യൂണിറ്റി യു ഗെറ്റ് ടു ബി എ ലീഡർ. ഡോണ്ട് വറി അബൌട്ട് ഫൈനാൻഷ്യൽ ഗെയിൻസ് ഓർ എനിത്തിങ്. അതെല്ലാം വരും, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. വറി അബൌട്ട് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ലീഡ് പ്രോജക്ട്സ്, ക്ലബ്സ്, ഇവൻറ്റ്സ്. ചെറിയ ചെറിയ ക്ലബ്ബെങ്കിലും സ്കൂളിൽ നിങ്ങളായിട്ടൊരു ക്ലബ് അങ്ങ് തുടങ്ങുക സ്കൂളിൽ. ആൻഡ് ലീഡ് ഇറ്റ്. ഒരു 10 കുട്ടികളോ എങ്കിലും സംഘടിപ്പിച്ച് പ്രിൻസിപ്പളിനോടൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞ് ഒരു ക്ലബ്ബ് തുടങ്ങാൻ പറ്റും. വെരി ഗുഡ്, ഡു ഇറ്റ്. ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അവസരങ്ങളില്ല എന്നല്ല പറയേണ്ടത്. ദർ ആർ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇഫ് യു ആർ എ യങ് മാൻ ടുഡേ സ്റ്റഡിങ് ഇൻ കേരള. കേരളത്തിൽ പഠിക്കുന്ന ഒരു ടീനേജറിനെ സംബന്ധിച്ച് ഏത് സ്കൂളാണെങ്കിലും, ഗവൺമെൻറ് ആവട്ടെ, CBSE, ICSE, എന്തോ ആയിക്കോട്ടെ, ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇതിനകത്ത് പേരൻസും ടീച്ചേഴ്സും പ്രത്യേകമായിട്ട് മനസ്സിൽ വയ്ക്കേണ്ടത്, അലൗ ചിൽഡ്രൻ ടു ഫെയിൽ ഇൻ ലീഡർഷിപ്പ് റോൾസ്. ലീഡർഷിപ്പ് റോൾസിൽ പരാജയപ്പെടാനായിട്ട് നമ്മൾ ഈ കുട്ടികളെ അനുവദിക്കണം. അവർ പരാജയപ്പെട്ടോട്ടെ, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഒരിക്കലും കളിയാക്കരുത്. നീ ഏറ്റെടുത്ത കൊണ്ടാണ് ഇതിങ്ങനെ ആയത്, കുളമായി പോയില്ലേ, ആനുവൽ ഡേക്ക് എന്താ കാണിച്ചു വെച്ചത്, അല്ല അങ്ങനെ ഒരിക്കലും വരാതെ അവരുടെ കൂടെ ഇരുന്ന് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാം പോസിറ്റീവായിട്ട്. ആൻഡ് ദാറ്റ് എൻകറേജസ് ദം എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്, ഡെലഗേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇപ്പോൾ ഒരു കുട്ടികളാണെങ്കിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് പേര് വരും, അത് അവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇടപെട്ട് തീർപ്പാക്കാതെ അവർ തീർപ്പാക്കട്ടെ. അത് അവർക്ക് മറ്റൊരു അനുഭവം കൂടി കൊടുക്കും. ഇനി ടീനേജേഴ്സിനോട് പറയുന്നത്, ഐ എം റിയലി ടെല്ലിങ് യു, നിങ്ങൾ ഒരിക്കലും ഒരു അവസരം ഏറ്റെടുത്ത് ഒരു പ്രൊജക്റ്റോ ഒരു ടീമിനെയോ ലീഡ് ചെയ്യുന്നതിനെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യാതിരുന്നാൽ മാത്രമേ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. എട്ടാമത്തെ സ്കില്ല് മിസ്സിങ് സ്കില്ല്, ഇപ്പം സാധാരണ കുട്ടികളിൽ മിസ്സിങ് സ്കില്ല് ആയിട്ട് കാണുന്നതാണ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്.
കുട്ടികൾ വളരെ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ നമ്മൾ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ എൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം, ദി ഫിയർ ചേഞ്ച്. അവർക്ക് മാറ്റത്തെ പേടിയാണ്. യുനോ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു പേടിയാണ്. ഒരു കുട്ടീനെ ഒരു ക്ലാസ് മാറ്റിയാൽ, എനിക്കുള്ള അനുഭവം തന്നെ ഞാൻ വേണേൽ പറയാലോ. ആം, ഒരു പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടിയോട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സുകളും ഓരോ വർഷവും മാറ്റും. അപ്പോൾ ഒരു കുട്ടിയെ ഒരു ഗ്രേഡ് 7 മിഡിൽ സ്കൂളിലാണെന്ന് തോന്നുന്നു, 6 അങ്ങനെ ഒരു കുട്ടിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറി. മാറ്റി എല്ലാ ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും മാറ്റും. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട് വേറൊരു ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞിട്ട്, സാധാരണ കുട്ടികൾ വന്ന് പറയും, നമുക്കത് മനസ്സിലാക്കാൻ നമ്മൾ അവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ദ ഹോൾ ഫാമിലി വന്നു, വീട്ടിലെ എല്ലാവരും കൂടി വന്നിട്ട് അത് എന്തുകൊണ്ട് ക്ലാസ് മാറ്റി, അവർക്ക് ഈ കുട്ടിയുടെ കൂടി ഇരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് ചെറിയ ഒരു മാറ്റമാണ് അത് അത് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ കുട്ടീനെ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. റൈറ്റ്. ഒരു അൺസർട്ടനിറ്റി ഒക്കെ ലൈഫിൽ വരുമ്പോഴേ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവരുടെ ഭാവി എന്ന് പറയുന്നത് ഫുൾ ഓഫ് അൺസർട്ടനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ദ റിക്വയർമെൻറ്റ് ഫോർ അഡാപ്റ്റബിലിറ്റി ആയിരിക്കും. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നത്, എങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ കൂടെ അഡാപ്റ്റ് ചെയ്തിട്ടാണ്, വർക്ക് സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ജോലി ചെയ്ത് പോകുന്നത്. അല്ലാണ്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനല്ല നടക്കുന്നത്. അതൊരു സ്കില്ലാണ്. അതിനെ അങ്ങനെ തന്നെ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കുട്ടി പറയുന്നതെങ്കിൽ, ഓക്കെ, നിനക്കിപ്പോൾ ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഗിവ് ഇറ്റ് എ ട്രൈ, ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ പിന്നെ പറ്റുമായിരിക്കും. അപ്പോൾ അല്ലാതെ നിനക്ക് പറ്റുന്നില്ല എന്നാൽ നീ ചെയ്യണ്ട എന്നുള്ള സ്റ്റാൻഡ് എടുക്കാതെ, ഓക്കെ, നിനക്ക് പറ്റുന്നില്ല, യു കാൻ ഡു ഇറ്റ് നൗ, ബട്ട് യു മേ ബി ഏബിൾ ടു ഡു ഇറ്റ്, ഗിവ് ഇറ്റ് എ ട്രൈ. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു ടേക്കാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികളിൽ എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഞാൻ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. കുട്ടികളുടെ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്, വളർത്തേണ്ടത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പം കുട്ടികൾ ഒരു കാര്യം, ഒരു എഫേർട്ട് എടുത്താൽ ആ എഫേർട്ടിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. ആ എഫേർട്ടിനെ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതിൻ്റെ റിസൾട്ട് ഒത്തിരി ഇപ്പോൾ വിജയിച്ചാൽ ഒത്തിരി അതിനകത്ത് ഇതാവുകയും അല്ലെങ്കിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുകയും, പരാജയപ്പെട്ട ഭയങ്കരമായിട്ട് ഡെസ്പാവുകയും ചെയ്യാതെ, ലെറ്റസ് അപ്രീഷിയേറ്റ് ദി എഫേർട്ട് ദാറ്റ് ദേ ടേക്ക്, സോ ദാറ്റ് ആ കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ 8 പോയിന്റ്സ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പേരൻസ് പ്രത്യേകമായിട്ട് മനസ്സിൽ വെക്കേണ്ടത്, എൻകറേജ് exploration in children, റെസ്പോൺസിബിലിറ്റി ടേക്കിംഗ് ഇൻ ചിൽഡ്രൻ, സെൽഫ് ലേണിംഗ് ഇൻ ചിൽഡ്രൻ. അതാണ് പറയാനുള്ളത്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നോക്കിയാൽ നമ്മൾ കിട്ടുന്ന ലോട്ട് ഓഫ് എക്സ്പോഷർ, കുട്ടികൾക്ക് ഒത്തിരി എക്സ്പോഷർ കൊടുക്കുക, പ്രോജക്റ്റ് ആയിട്ടും ടാസ്ക് ആയിട്ടും കേസ് സ്റ്റഡീസ് ആയിട്ടും ഒക്കെ എക്സ്പോഷർ കൊടുക്കുക. ആൻഡ് ലാസ്റ്റ്ലി ടു ഓൾ മൈ ടീനേജേഴ്സ് ഔട്ട് ദെയർ, ഐ മീൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ടീനേജേഴ്സിനോടാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ദാറ്റ് യു ഫെയിൽ എവറി ടൈം യു ടേക്ക് അപ്പ് സംതിങ്, കീപ് ടേക്കിംഗ് അപ്പ്. നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഈ സ്കിൽ ഗ്യാപ്പ് എന്നുള്ളത് ഇങ്ങനെ കൂടിയേ വരൂ നമ്മൾ വളരുന്നതനുസരിച്ച്, നമ്മളതിൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ടീനേജേഴ്സ് ആണെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഈ മേഖലയിലാണ് എനിക്ക് ജോലി ചെയ്യേണ്ടതെന്നുള്ള ഒരു തോട്ടിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, കീപ് വർക്കിംഗ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഏതൊക്കെ സ്കിൽസാണ് ആ മേഖലയിൽ വേണ്ടത്, അതിലേക്ക് എനിക്ക് എങ്ങനെ വളർന്നു വരാമെന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി ആ ഒരു ഏരിയയിലേക്ക് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ ടോപ്പിക് ഓൺ അനദർ ഡേ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ടീനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് വീണ്ടും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.